പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സഫർ മാസത്തിലേക്ക് നമ്മളിതാ കടന്നിരിക്കുകയാണ്. സഫർ മാസത്തിൻ്റെ സുന്ദരമായ ഒരു ദിനം. ഈ സഫർ മാസത്തിൽ പലരും ചോദിക്കുന്നു, ഉസ്താദേ സഫർ മാസം നല്ലതാണോ, അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ, പുതിയ കാര്യം തുടങ്ങാമോ എന്നൊക്കെ നമ്മൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുക, സഫർ മാസത്തിൽ നല്ല കാര്യം ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരോട് നേരിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സഫർ മാസത്തിൽ തുടങ്ങി അൽഹംദുലില്ലാ നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന ഈ ഒരു സമയം വരെ ഇതുവരെ അൽഹംദുലില്ലാ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, ഇനിയും കുഴപ്പമുണ്ടാവില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സഫർ മാസത്തിൽ എന്തെങ്കിലും നല്ല കാര്യം തുടങ്ങാമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള നേരിട്ട്, അതായത് ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം എന്ന് ഞാൻ പറയുകയാണ്. ഒരു ഉദാഹരണമുണ്ട്, അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം സഫർ മാസത്തിൽ തുടങ്ങി ഇതുവരെ ഒരു കുഴപ്പവുമില്ലാത്ത ഒരു ഉദാഹരണം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ സഫർ മാസത്തിലെ ചില ദിവസങ്ങളൊന്നും സൂക്ഷിക്കണേ. ആ ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല, ചില ദിവസങ്ങളൊന്നും സൂക്ഷിക്കുക. ബറക്കത്ത് കുറവുള്ള ദിവസങ്ങളാണ്. സഫർ മാസത്തിൽ ഒന്ന് നമ്മൾ കരുതിയിരിക്കേണ്ട ചില ദിവസങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വിശദമായി കേൾക്കാം. അതോടൊപ്പം തന്നെ 3 ദിക്ർ. ഈ 3 ദിക്ർ നിങ്ങൾ സുബഹി നമസ്കാരത്തിന് ശേഷം ചൊല്ലുന്നുണ്ടോ? പേടിക്കണ്ട, എല്ലാ കാര്യം തുടങ്ങിക്കോ. എല്ലാം അള്ളാഹുവിൻ്റെ റാഹത്തിൽ ഉണ്ടാകും. എല്ലാം അള്ളാഹു തആല ബറക്കത്തിലാക്കി തരും. അതോടൊപ്പം ഒരു ഇസ്മ പഠിച്ചാലോ, ഇസ്മുൽ അഅ്ളം എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച പുണ്യമായ ഒരു ഇസ്മ. ഈ ഇസ്മ, ഇതിൻ്റെ അർത്ഥം, എപ്പോൾ ചൊല്ലണം, ഇതിൻ്റെ നേട്ടം വിശദമായി ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു. അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, പവിത്രതകളേറെ നിറഞ്ഞ പരിശുദ്ധമായ സഫർ മാസം, അൽഹംദുലില്ലാ ആ സഫർ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അല്ലാഹു തആല നമുക്ക് നല്ല ഒരു മാസമാക്കി ഈ മാസത്തെ കബൂൽ ചെയ്ത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ മുഹറം എത്രയോ നോമ്പുകൾ നമ്മൾ പിടിച്ചു, എത്രയോ ദിക്ർ ഔറാദുകൾ പറഞ്ഞു, നമ്മൾ എത്രയോ പുതിയ പുതിയ അറിവുകൾ അല്ലേ കഴിഞ്ഞ മാസം മുഹറം മാസത്തിലെ ഒരുപാട് വീഡിയോകളിലൂടെയായി നമ്മൾ പഠിച്ചെടുത്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പഠിച്ച ആ അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് പടച്ചവൻ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, സഫർ മാസത്തിലേക്ക് നമ്മൾ കടന്നു. അനവധി ആളുകൾ നമ്മുടെ കമൻറ്റിലൂടെയും അല്ലാതെ നേരിട്ടുമൊക്കെ കണ്ടു ചോദിച്ചു, സഫർ മാസമാണ് ഉസ്താദെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെയാണോ, ഇങ്ങനെ ചെയ്യാമോ, പുതിയ വീട്, അതുപോലെ തന്നെ കട്ടില വെക്കൽ, അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ, ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആദ്യമായി പറയട്ടെ, സഫർ മാസത്തിൽ നമ്മൾ സഫർ മാസത്തിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ പറഞ്ഞിരുന്നു. നിങ്ങളതൊക്കെ കേട്ട് കാണും. ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. സഫർ മാസത്തിൽ നല്ല കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ, ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന ചാനൽ. ഏകദേശം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് ലക്ഷത്തോളം ആളുകൾ ഫോളോ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ചാനൽ, ചെറിയൊരു ചാനൽ, ദീനിയായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന, ദിക്ർ ഔറാദുകൾ പറയുന്ന, ചെറിയ ടിപ്സുകളൊക്കെ പറയുന്ന നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ തുടങ്ങിയത് ഒരു സഫർ മാസത്തിലാണ്. അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മളും ഇതിൻ്റെ അണിയറ പ്രവർത്തകരും അൽഹംദുലില്ലാ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ സഫർ മാസത്തിൽ നല്ല കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം, വേറെ മറുപടി ഒന്നും വേണ്ട, നമ്മുടെ ഈ ചാനൽ നോക്കിയാൽ മതി. അൽഹംദുലില്ലാ എത്രയോ ആളുകൾക്ക് ഉപകാരപ്രദമായ എത്രയോ കാര്യങ്ങൾ നമുക്കിതിലൂടെ പറയാൻ പറ്റി, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റി. അൽഹംദുലില്ലാ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഏകദേശം അൽഹംദുലില്ലാ 2 വർഷത്തിലേക്ക് അടുക്കുകയാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട്. ഇതുവരെ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന അല്ലാഹുവിൽ തവക്കുലാക്കി മഹാന്മാരെ വസീലയാക്കിയാണ് നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് കേട്ടോ, എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് നിലനിന്നു പോകണം,
അത് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ട്. കാരണം എന്താണ്? നമ്മൾ അള്ളാഹു തവക്കുലാക്കി പോയതാണ്. ഇനി അള്ളാഹുവിൻ്റെ ഖളാ ഖദർ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഈ സഫർ മാസത്തിൽ തുടങ്ങിയിട്ടാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അത് ഇതിപ്പോൾ ഏത് മാസം തുടങ്ങിയാലും അല്ലേ, എത്രയോ നല്ല നല്ല നമ്മൾ റമദാനിൽ തുടങ്ങിയ ആളുകളുണ്ട്, എന്താ റബീഉൽ അവ്വൽ തുടങ്ങിയ എത്രയോ സ്ഥാപനങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹു തആല ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയത്ത് തുടങ്ങിയാലും അത് വന്ന് ഭവിക്കും. അത് ഷർറാവട്ടെ ഖൈറാവട്ടെ. പിന്നെ നമുക്ക് ഉണ്ടാവേണ്ടത് തവക്കുലാണ്. ഇൻഷാ അല്ലാഹ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു തവക്കുലാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് മുന്നോട്ട് പോവുക. ഒരു സഹാബി മദീന പള്ളിയിൽ വന്നു. അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്, ഉളുവൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എങ്ങനെയാ വന്ന്? അള്ളാഹുവിൻ്റെ ഹബീബിനോട് ആ സ്വഹാബി പറഞ്ഞു, ഞാൻ ഒട്ടകപ്പുറത്താണ് വന്നത്. ഒട്ടകം എവിടെ? പള്ളിയുടെ പുറത്തുണ്ടാകും. എങ്ങനെ? പള്ളിയുടെ പുറത്തുണ്ടാകും. അപ്പൊ നീ ഒട്ടകത്തെ കെട്ടിയില്ലേ? ഞാൻ പടച്ചോനിൽ തവക്കുലാക്കി നബിയെ. അത് പറ്റൂല. പോയിട്ട് ആ ഒട്ടകത്തെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി കെട്ടുക, എന്നിട്ട് തവക്കുലാക്കുക. അല്ലാതെ ഒട്ടകത്തെ അവിടെ ഇട്ടിട്ട് വന്ന് തവക്കുലാക്കി എന്ന് പറഞ്ഞല്ല. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ ചെയ്യേണ്ട പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. മഹാന്മാരെ തവസ്സുലാക്കി, പിന്നെ അള്ളാഹുവിൽ തവക്കുലാക്കി നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു തആല സ്വീകരിക്കട്ടെ. പിന്നെ ഒരുപാട് ആളുകൾക്ക് അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അള്ളാഹു തആല കബൂലാക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല, സഫർ മാസത്തിലേക്ക് നമ്മൾ കടന്നു. സഫർ മാസം ഉസ്താദെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ നബി തങ്ങൾ ഒന്ന് പരിഗണിച്ചിരുന്നു. എങ്ങനെ? ഇത് നമുക്ക് യാത്ര പോവാൻ പറ്റിയ ദിവസമല്ല, ഒരു ബറക്കത്ത് കുറവുള്ള ദിവസം. ചില സമയങ്ങൾ നബി തങ്ങൾ സൂക്ഷിച്ചിരുന്നു. ചില സ്ഥലങ്ങൾ നബി തങ്ങൾ പ്രത്യേകം അങ്ങോട്ട് പോവാതെ, അല്ലെങ്കിൽ അവിടെ ഒരു ബറക്കത്ത് കുറവുണ്ട്, മുൻകാല സമുദായങ്ങൾക്ക് അദാബ് ഇറങ്ങിയ സ്ഥലങ്ങളാണ്, അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പോകണ്ട, അല്ലെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ നിൽക്കണ്ട എന്നൊക്കെ നബി തങ്ങൾ പല സ്വഹാബിമാരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില ദിവസങ്ങൾ സൂക്ഷിക്കണം എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് വെച്ച് സഫർ മാസത്തിൽ മൊത്തത്തിൽ ആക്ഷേപിക്കേണ്ട, സഫർ ഒന്നിനും കൊള്ളൂല എന്നൊന്നും പറയരുതേ. കാരണം എല്ലാ മാസവും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ദിവസങ്ങൾ പറയട്ടെ. സഫർ മാസം 3 ഒന്ന് ശ്രദ്ധിക്കണേ. സഫർ 3, സഫർ 5, സഫർ മാസം 10. സഫർ മാസം 10 എന്ന് പറഞ്ഞാൽ സഫർ മാസത്തിലെ വലിയ ഒരു നഹ്സുള്ള ദിവസമായിട്ടാണ് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത്. സഫർ 10, പിന്നെ സഫർ 13, സഫർ 16, സഫർ 21, സഫർ 24. അതുപോലെ തന്നെ സഫർ മാസം എന്നല്ല, എല്ലാ അറബി മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ്. ഈ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, സഫർ 16 അതൊരു ഒരു ഉദാഹരണം. സഫർ 16 ഒരു ഞായറാഴ്ചയാണെന്ന് വിചാരിക്കാം. അന്ന് കല്യാണം വെച്ചിട്ടുണ്ട്. നമ്മളിത് 6 മാസം മുമ്പേ ഡേറ്റ് തീരുമാനിച്ചതാ. നമുക്കറിയില്ലായിരുന്നു ഈ സഫർ 16 ആവുമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ നഹസാണ്. എന്ത് ചെയ്യും? ഒരു ബേജാറും വേണ്ട, ഒരു ബേജാറും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, നഹ്സുണ്ട് എന്ന്. നമുക്ക് നഹ്സ് എന്നല്ല, ഏത് ദിവസവും മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ അഭിപ്രായ പ്രകാരം സുബഹി നിസ്കരിക്കാത്ത ദിവസം അവനിക്ക് നഹ്സാണ്, ബർക്കത്ത് കുറവുള്ള ദിവസമാണ്. അപ്പോൾ സുബഹി നമസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുന്നവരാണോ അന്നത്തെ ദിവസം ബർക്കത്തുള്ളതാണ്. എന്നിട്ടോ പറ്റുമെങ്കിൽ ഒരു യാസീൻ ഓതി ദുആരക്കുക. അള്ളാഹുവെ പടച്ചോനെ, എൻ്റെ മകളുടെ കല്യാണമാണ്, അള്ളാഹുവെ എൻ്റെ കല്യാണമാണ്, പുതിയാപ്പിളയും പുതിയ മണ്ണക്കുറി യാസീൻ ഓതി ദുആരക്കുക. അതിനൊക്കെ സമയം ഉണ്ടാവുമോ? ഉണ്ടാക്കിയെടുക്കണം. കാരണം ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമല്ലേ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം നഹ്സാണെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കണം എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്യുക? നല്ലവണ്ണം സുബഹി നമസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുക, പറ്റുന്ന രൂപത്തിൽ ഖുർആൻ ഓതുക. അതോടൊപ്പം തന്നെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ദിക്ർ നമുക്കറിയാം. അതോടൊപ്പം തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, നമുക്കറിയാവുന്ന ദിക്റാണ് അല്ലെ? ആ ദിക്ർ പറയാം. പിന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ 3 ദിക്ർ മറക്കണ്ട. അത് ഈ സഫർ മാസത്തിൽ എല്ലാ ദിവസവും കൊണ്ട് ചൊല്ലിക്കോ. സഫർ കഴിഞ്ഞ റബീഉൽ അവ്വൽ ആയാലും എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഒരു 3 വട്ടം വീതം ഈ 3 ദിക്ർ. ഏതൊക്കെ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രത്യേകിച്ച് ഈ ഗർഭിണികളായ സഹോദരിമാരുണ്ടാകും, അവരും ഈ ദിക്ർ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ചൊല്ലാൻ മറക്കണ്ട. ഇത് സുബഹി നമസ്കാരം കഴിഞ്ഞ് മാത്രമല്ല, മഗ്രിബ് കഴിഞ്ഞിട്ടും ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ 3 പ്രാവശ്യം വീതം ചൊല്ലാൻ മറക്കണ്ട. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സഫർ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ സഫർ മാസത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഈ സഫർ മാസത്തിൽ ഇങ്ങനെ ഒരു ദുശകുനമാണ് എന്നൊക്കെ പറയാൻ കാരണവന്മാർ പറയാൻ പല കാരണങ്ങളുമുണ്ട്.
അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിന് മുമ്പ് ഒരു സഫർ മാസമായപ്പോൾ മക്കയിൽ ആകമാനം പ്ലേഗ് രോഗം വന്നു, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. അതിനുശേഷം അന്ന് ജീവിച്ചിരുന്ന ആളുകളൊക്കെ പിന്നെ പറയുന്നത് സഫർ മാസം ആയതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, അതുകൊണ്ടാണ് നമുക്ക് ഈ സഫർ മാസം മോശപ്പെട്ടതാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത വരാനുള്ള കാരണം ആ രോഗം വന്ന. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പനി അധികരിക്കുന്ന സമയമാണ് അല്ലേ? പനി, കുട്ടികൾക്ക് പനിയാണ്, നല്ല ഭയങ്കരമായ ക്ഷീണമുള്ള പനിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഭയങ്കര രൂപത്തിൽ ശരീരവേദന, അതുപോലെ തന്നെ ചുമ, അതുപോലെ കഫക്കെട്ട് ഒക്കെ ഉണ്ടാകുന്ന ഭയങ്കരമായ പനി ഇപ്പൊ പടർന്നു പിടിക്കുന്ന സമയമാണ്. പറയട്ടെ, നമ്മളിപ്പോൾ മഴക്കാലമാണല്ലോ, ഈ മഴ പെയ്ത് ഉണ്ടാകുന്ന വെള്ളം അതിപ്പോൾ റോഡിലും അതുപോലെ നമ്മുടെ വഴിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് അഴുക്കുകൾ ഉണ്ടാകും. ആ വെള്ളം നമ്മുടെ കുടിവെള്ള സ്രോതസ്, അതായത് കിണറിലേക്കും അതുപോലെ തന്നെ ചിലപ്പോൾ ടാങ്കിലേക്കോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഒഴുകി എത്തിയേക്കാം. അപ്പം അങ്ങനെ മോശപ്പെട്ട വെള്ളം നമ്മൾ കുടിക്കുക, അതായത് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക, അതാണ് ഏറ്റവും നല്ലത്. വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഫ്രിഡ്ജിലൊക്കെ വെച്ച്, ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ചില ഉമ്മമാരുണ്ട്, ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. ഒരു വർഷം ഫ്രിഡ്ജിലല്ലേ പിന്നെ എന്ത് പേടിക്കാനെന്ന് അങ്ങനെയാണ് പറയണത്. ചിലപ്പോൾ ഒരു കേക്കിന്റെ കഷ്ണം ബാക്കിയുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്, അവിടെ സേഫാണ്. മീനൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കും, ഇറച്ചി വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കും. 6-7 മാസം കഴിഞ്ഞൊക്കെ എടുത്ത് ചൂടാക്കി കഴിക്കുന്നവരുണ്ടാവാം, ഉണ്ടാവാം. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ പറയട്ടെ, ഫ്രിഡ്ജ് ചിലപ്പോൾ നമ്മൾ അറിയില്ല, കറണ്ട് പോയാൽ ആ തണുപ്പങ്ങോട്ട് പോയി വീണ്ടും തണുക്കാൻ സമയമെടുക്കും. അപ്പോഴൊക്കെ നമ്മുടെ ആ ഭക്ഷണത്തിലും അതുപോലുള്ള സാധനങ്ങളിലൊക്കെ ഒരുപാട് ബാക്ടീരിയകളും ഒരുപാട് ഈ രോഗാണുക്കളൊക്കെ ഉണ്ടാവും. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് വന്ന സാധനമൊന്നുമല്ല, അതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം അത് കൂടുതൽ പഴകി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ അച്ചാറ്, മോര് ഒക്കെ നമ്മൾ വെക്കും, ചിലപ്പോൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടും നമ്മൾ അതെടുത്ത് ഉപയോഗിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു കുട്ടി മരണപ്പെട്ടല്ലോ. എന്താ കാരണം? ഒരാഴ്ച ഫ്രിഡ്ജിൽ വെച്ച ഈ കേക്ക് ഉണ്ടല്ലോ, ബർത്ത്ഡേക്ക് വാങ്ങിച്ച കേക്ക്, അത് ആ സമയത്ത് കഴിച്ചു, പിന്നെ കുട്ടി ഫ്രിഡ്ജിൽ വെച്ചു, പിന്നെ അത് മറന്നുപോയി. പിന്നെ എടുക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞാണ് അത് ശ്രദ്ധിക്കുന്നത്, അതെടുത്ത് കഴിച്ചു, മരണപ്പെട്ടു. ഇങ്ങനെ പല അബദ്ധങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ സഫർ മാസം, ഈ സഫർ മാസത്തിൽ നമുക്ക് എല്ലാവിധ ബറക്കത്തും സലാമത്തും റാഹത്തൊക്കെ ഉണ്ടാവാൻ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ പഠിക്കാം. ഒരു ഇസ്മ സഫർ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കേണ്ട ഒരു ഇസ്മാണ്. ഈ ഇസ്മ പല ആളുകളും ചോദിക്കാറുണ്ട്, ഉസ്താദെ ഒരു ഹലാലായ മുറാദുണ്ട്, അത് ഹാസിലാവണം, രോഗമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മ പറഞ്ഞു തരുമോ? നമ്മളൊരു ഇസ്മ പറഞ്ഞു കൊടുക്കും. അവരൊരു 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വരും, ഉസ്താദെ ചൊല്ലിയിട്ട് വല്ലൊരു മാറ്റം ഇല്ലല്ലോ, രോഗങ്ങൾക്കൊന്നും ഒരു ശിഫയില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം അങ്ങോട്ട് നടക്കുന്നില്ല, ഈ ഇസ്മിന് അങ്ങോട്ട് പവർ പോരാ. അങ്ങനെ ഒരിക്കലും നമ്മളൊരു ദിക്ർ ചൊല്ലി, നമ്മൾ സ്വലാത്ത് പറഞ്ഞു, അത് ചൊല്ലിയിട്ട് നമുക്ക് ഗുണം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഒരിക്കലും പറയരുത്. പരാതി അത് ചൊല്ലിയിട്ട് കിട്ടുന്ന നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. പല ആൾക്കാരും ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും, അത് ചൊല്ലും, ഖുർആൻ ഓതും, എന്നിട്ടോ ദുആരക്കും, പക്ഷെ ദുആ ഒന്നും സ്വീകരിക്കൂല. അതിന് കുഴപ്പം ആ ദിക്റിനും ദുആക്കുമല്ല, ചൊല്ലിയ നമുക്കാണ്. പല ആൾക്കാരും ഇസ്മുകളൊക്കെ ചൊല്ലാറുണ്ട്, യാ റഹ്മാൻ യാ അല്ലാ, യാ റഹീം യാ അല്ലാ, അല്ലേ അങ്ങനെയൊക്കെയാ, ഒരു ആർക്കോ വേണ്ടി ചൊല്ലുന്ന പോലെ, യാ റഹ്മാൻ യാ അല്ലാ, യാ റഹീം യാ അല്ലാ, യാ ഖുദ്ദൂസ് യാ അല്ലാ, യാ സലാം യാ അല്ലാ, അങ്ങനെയൊക്കെ ഒരു ആർക്കോ വേണ്ടിയൊക്കെ ഓതുന്ന പോലെ. ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ 99 ഇസ്മുകൾ, അത് പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, വലുതും ചെറുതുമായ അശുദ്ധികളിൽ നിന്നും ശുദ്ധിയാവണം. വലിയ ശുദ്ധിക്കാരനാവാൻ പാടില്ല. വുദൂഓട് കൂടി വേണം നമ്മൾ ഇസ്മുകൾ ചൊല്ലാൻ. എന്നാലേ ആ ചൊല്ലുന്ന ഇസ്മ എന്ത് കാര്യത്തിനാണോ നമ്മൾ ചൊല്ലുന്നത് അതിൻ്റെ നേട്ടം നമുക്ക് കിട്ടൂ. കിബിലക്ക് മുന്നിട്ട് ചൊല്ലണം. ശ്രദ്ധിക്കാറുണ്ടോ? കിബിലക്ക് മുന്നിട്ട് വേണം ഇസ്മുകൾ ചൊല്ലാൻ. സുഗന്ധം ഉപയോഗിക്കണം, അത്തർ ഒക്കെ പൂശിയിട്ട് വേണം, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. അതുപോലെ തന്നെ ഇസ്മുകൾ ചൊല്ലുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് പരമാവധി ഇസ്മുകൾ ചൊല്ലുക. മറ്റ് സംസാരങ്ങൾ, മൊബൈൽ ഫോൺ അതൊക്കെ മാറ്റി വെച്ചിട്ട് റാഹത്തായിട്ട് ചൊല്ലുക. പിന്നെയോ ചൊല്ലുന്ന സമയത്ത് അക്ഷരങ്ങൾ ഉരുവിടേണ്ട രൂപത്തിൽ ഉരുവിടുക. യാ ലത്തീഫ് യാ അല്ലാ എന്നുള്ള ഇസ്മുണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മളൊക്കെ ചൊല്ലുന്നത്? യാ ലത്തീഫ് അല്ലേ, യാ ലത്തി തി തി ഇങ്ങനെ പറയാം. യാ ലത്തീഫ് യാ അല്ലാ അങ്ങനെ പറയുന്നത് തെറ്റാണത്. യാ ലത്തീഫ് ത്വാ ആണ്. യാ ലത്തീഫു ത്വാ ആണ് പറയുന്നത്, താ അല്ല, ത്വാ ആണ്. യാ ലത്തീഫു യാ അല്ലാ. അല്ലാ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഈ നാവിൻ്റെ അഗ്രഭാഗം എവിടെ മുട്ടണം? ആ മുൻപല്ലിൻ്റെ ഉൾഭാഗത്ത് മുട്ടണം. ലാം എന്ന് പറയുന്നത് പോലെയാണ് അല്ലാഹ് എന്ന് പറയേണ്ടത്. അപ്പം അങ്ങനെ അക്ഷരങ്ങളൊക്കെ സ്ഫുടമായിട്ട് പറയാം.
എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോയാൽ പോരാ. പിന്നെയോ നീയത്ത് നന്നാക്കണം. അതൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഈ ചൊല്ലുന്ന ഇസ്മുകൾക്ക് എന്തുണ്ടാവുള്ളൂ? ഫലമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നൊരു ഇസ്മു പറഞ്ഞു തരട്ടെ. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഇസ്മാണ് യാ വഹാബു യാ അല്ലാഹ്. യാ വഹാബു, ഈ ഇസ്മു ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കണം. യാ വഹാബു എന്നല്ല, യാ വഹാബു എന്നാണ്. ആ ഹാഇന് മുകളിൽ ഷദ്ദുണ്ട്. യാ വഹാബു യാ അല്ലാഹ്. എത്ര നേട്ടമായത്! ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പലവട്ടം ഈ ഇസ്മിന്റെ നേട്ടം. എത്ര പറഞ്ഞാലും തീരില്ല ഈ ഇസ്മു. സഫർ മാസത്തിൽ അധികരിപ്പിക്കണേ, സഫറല്ല ഏത് മാസവും നമുക്ക് അധികരിപ്പിക്കാം. അതായത് എന്താ അതിന്റെ അർത്ഥം? യാ വഹാബു യാ അല്ലാഹ്, തിരികെ ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ ഒരുപാട് ദാനം നൽകുന്ന, അടിമകളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലാം അടിമകൾക്ക് കൊടുക്കുന്ന റബ്ബേ എന്നാണ് അതിന്റെ അർത്ഥം. യാ വഹാബു യാ അല്ലാഹ്. ഒരു മനുഷ്യൻ അവൾ ദുഹാ നിസ്കരിക്കൂലേ, ആ ദുഹാ നമസ്കാരത്തിന്റെ അവസാനത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ യാ വഹാബു യാ അല്ലാഹ് എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല ഐശ്വര്യത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നതാണ്. മാത്രമല്ല അവന് യാതൊരു ഭയവും ഉണ്ടാവില്ല. യാതൊരു ഭയം എന്ന് പറഞ്ഞാൽ ഒരു പേടിയും ഉണ്ടാവില്ല. ജനങ്ങളെ പേടിക്കേണ്ട, അല്ലെങ്കിൽ എന്താണ്, രാത്രി പുറത്തിറങ്ങാൻ പേടിയുള്ള ആളുകളുണ്ടാവും. അതുപോലെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുള്ളവരുണ്ടാകും. അങ്ങനെയുള്ള പേടികൾ, പൈശാചികമായ ഉപദ്രവം ഉണ്ടാവില്ലെന്നാണ് ദുഹാ നമസ്കാരം എന്നാണ് മഹത്തുക്കൾ പറഞ്ഞത്. അതുപോലെ മറ്റൊരു മഹത്തുക്കളുടെ കിതാബിൽ കാണാം സുന്നത്തായ നമസ്കാരം. നമ്മൾ പലപ്പോഴും സുന്നത്ത് നിസ്കരിക്കാറുണ്ടല്ലോ. ആ സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ അവസാനത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ നമ്മൾ എന്ത് പറയുക? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി എന്ന ആ പുണ്യമായ ദിക്ർ അതൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 11 വട്ടം എത്രയാണോ നമുക്ക് പറയാൻ പറ്റുമോ പറയുക. യാ വഹാബ് യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ് എന്ന സുജൂദിൽ കിടന്ന് പറയുക. അത്ര ഒരുപാട് നേട്ടമുണ്ട്. ഈ ഒരു ഇസ്മ് അള്ളാഹുവിന്റെ സുന്ദരമായ വിശുദ്ധമായ ഒരു ഖുർആനിലെ ഒരു ദുആയുണ്ട്. റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. നമ്മുടെ ഈമാൻ ഉറക്കാൻ പറ്റിയ ഒരു ഇസ്മാണ് ഈ ഇസ്മെന്നാണ്. നമ്മുടെ ഖൽബിൽ നിന്നും ഈമാൻ ഊരിപ്പോവില്ല. ഈ ഇസ്മ അധികരിപ്പിക്കുക. ഒരുപാട് ഐശ്വര്യം കിട്ടും, കടങ്ങൾ മാറാൻ, രോഗങ്ങൾക്ക് ശിഫാ കിട്ടാൻ ഒക്കെയായി ഈ ഇസ്മ യാ വഹാബു എന്ന ഇസ്മ അതിൻ്റെ എണ്ണം 20ആണ്. എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും ഒരു മനുഷ്യൻ ഈ ഇസ്മ 20 തവണ പതിവാക്കിയാൽ അവനിക്ക് ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. ഒരുപാട് നേട്ടം. യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ് എന്ന ഇസ്മ എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും 20 വട്ടം വീതം പറയുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു ഇസ്മിനെ പറ്റി പറയുന്നത് ഇത് ഇസ്മുൽ ആളം ആണെന്നാണ്. അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ ഒരു പേരിൽ പെട്ടതാണ് യാ വഹാബു യാ അല്ലാഹ് എന്ന ഇസ്മ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും പറ്റുന്നതുപോലെ ചൊല്ലുക. പ്രത്യേകിച്ച് 20 എണ്ണം വീതം ചൊല്ലിയാൽ ഒരുപാട് നേട്ടം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സഫർ മാസം എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ, ഈ ഒരു ഇസ്മ ഒരുപാട് വട്ടം പറയും. യാ വഹാബ് യാ അല്ലാഹ്, വഹാബായ റബ്ബേ, അല്ലാഹുവേ ഞാനൊരു പുതിയ ഒരു സംരംഭം തുടങ്ങുന്നു, അത് നീ ബർക്കത്തിലാക്കണം, സലാമത്തിലാക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ദുആരക്കാം. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നമ്മൾ മറക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഫർ മാസം നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം സ്വീകരിക്കട്ടെ. എല്ലാ ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹ്റിനെ തൊട്ട് എല്ലാവിധ നഹ്സിന്റെ ഷർറിനെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ നന്മയും ബറക്കാത്തുകളും അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധ സലാമത്തും ബറക്കാത്തും റാഹത്തും ഇസ്സത്തും എല്ലാവിധ നന്മകളും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.